2025 കുറേ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ടും 2026 ഒന്നും ഞാൻ തുടങ്ങി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെങ്കിലും ഒന്ന് വീഡിയോ എടുക്കാൻ പോകാം. അതുമല്ല കുറേ നാളായി നമ്മൾ കടൽ കാണാനൊക്കെ വന്നിട്ട്. അപ്പോൾ കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. വന്നപ്പോൾ നല്ല കൊട്ട വെയിൽ. സമയം വൈകിട്ട് 5 മണിയായിട്ടും ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനിലാണ് വന്നതെങ്കിലും നടക്കുമെന്ന് തോന്നിയില്ല. കുറച്ച് നേരം നമ്മൾ ആ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന് നല്ല രസമുണ്ട് കേട്ടോ ഈ ആംബിയൻസ്. ഇത് അമൃതപുരി ആ ഭാഗത്തായിട്ടായിരുന്നു. തൽക്കാലത്തേക്ക് കുറച്ച് വെയിലൊന്ന് ഒതുങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, 2026 ആയിട്ട് നമുക്ക് ഗിവ് അവേ ഒന്നും ചെയ്യണ്ടേ? ആരും അതിനെക്കുറിച്ച് ഒരു അനക്കവും കാണുന്നില്ല. സാധാരണ ഞാൻ എല്ലാ മാസം വന്ന് ഇങ്ങനെ ഒന്ന് പറയുന്നതുകൊണ്ടായിരിക്കും. എന്തായാലും ഈ മാസം നടക്കുമെന്ന് സംശയമാണ്. കാരണം കുറച്ച് പരിപാടി വേറെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത മാസത്തേക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അതായത് വാലന്റൈൻസ് ഡേ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ട് മീനാക്ഷിയുടെ വീഡിയോ ഇവിടെ തൊട്ടടുത്താണ്. പിന്നെ അവളെ കയറി കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി. പിന്നെ ഞങ്ങൾ രണ്ടുകൂടെ കുറച്ച് കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവളുടെ വീട്ടിൽ ചെന്നിട്ട് അവളുമായിട്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഒരു പ്ലാനും ഇല്ലാണ്ടാണ് അവളുടെ അടുത്ത് കയറിയത്. പക്ഷെ അവളുടെ അടുത്ത് കയറിയത് നന്നായി നിങ്ങൾക്ക് തോന്നി. അതെന്താണെന്നറിയാം, അടുത്ത ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ദൈവമേ, ഇത്രയും ഭംഗിയുള്ളൊരു സൺസെറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം പറയാമല്ലോ, ഇതൊരു എഫക്റ്റും അല്ല കേട്ടോ. നമ്മൾ കണ്ണിൽ എന്താണ് കാണുന്നത് അതാണ് കറക്റ്റ് ഈ വീഡിയോയിൽ കാണുന്നത്. അത്രയ്ക്ക് നല്ല ഗോൾഡൻ ഷെയ്ഡായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ അതും കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അവളുടെ അമ്മ നമുക്ക് ചായയൊക്കെ ഇട്ടാന്ന് കേട്ടോ. ഞാനങ്ങനെ പെണ്ണ് കാണുന്ന രീതിയിൽ വന്ന് നിന്ന് കൊടുത്തു നന്ദുവിൻ്റെ അടുത്ത്. ഞങ്ങൾ ഇതുവരെ ആ ഒരു ചടങ്ങ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതെന്തായാലും ഇതോടങ്ങ് കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടീഷർട്ട് ഉണ്ടല്ലോ, നമ്മൾ ഇൻസ്റ്റയിൽ നിന്ന് ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.